ഇന്നിപ്പോൾ ഒരു വ്ളോഗല്ല, ഒരു റെസിപ്പി വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗിൽ നമ്മൾ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ട്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പച്ചരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 3-4 മണിക്കൂർ മുന്നേ കുതിർത്തെടുത്തിട്ട് ഇതാ ഞാൻ കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഭാഗമായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചെറു ചൂടോടെയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തരിയോടുകൂടി അരച്ചിട്ട് മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് അരച്ചെടുത്ത സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചോറ് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുത്തത്. ചോറ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ മാവ് കറക്റ്റായിട്ട് നെയ്യപ്പത്തിൻ്റെ മാവ് കറക്റ്റായിട്ട് കിട്ടില്ല. മാവ് ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കറുത്ത എള്ളും കൂടി മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് മാവ് ഓരോ തവി ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ തീ നന്നായിട്ട് ആദ്യം ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം ഒന്നാകെ മാവ് ഒഴിക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഷേപ്പിലൊന്നും കിട്ടില്ല, പരന്ന് പോകും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വേവിച്ചിട്ട് വേണം, തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് വേണം എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. ആദ്യത്തെ ഒഴിച്ചത് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ ഒഴിക്കുന്ന സമയത്ത് തീ നല്ലതുപോലെ ചൂടായിട്ട് എണ്ണ ചൂട് കൂടുതലാണെങ്കിൽ ഫസ്റ്റ് ഒഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആദ്യമൊന്നും നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉമ്മ ചോറ് വെച്ചിട്ട് അരച്ചെടുത്തിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കാറുള്ളത്. ബാക്കിയുള്ളതും ഞാനിതാ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു മാവിൽ ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നലത്തെ മെഹ്റാജ് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി നെയ്യപ്പം തന്നെയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു അടിപൊളി നെയ്യപ്പം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും ഫ്ലോപ്പ് ആവാണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറുക്കൊക്കെ ചെയ്യുക. നെയ്യപ്പത്തിൽ അത്യാവശ്യം മധുരമൊക്കെ വേണമല്ലോ, എന്നാലാണല്ലോ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം ഞാനിവിടെ ചുട്ടെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.